പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, ഈ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു അവരുടെ മേൽ ഊതി എന്ന് കാണുന്നു. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കർത്താവായ യേശുക്രിസ്തു ഊതുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. പിതാവായ ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഊതി പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് പിതാവായ ദൈവം ആത്മാവിനെ പകരുകയാണ്. പരിശുദ്ധാത്മാവ് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. പിതാവിനെ നമുക്കറിയാം. പിതാവിൻ്റെ ഗുണഗണങ്ങളും നമുക്ക് സുപരിചിതമാണ്. പുതിയ നിയമത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വളരെയധികം അറിഞ്ഞിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ച് നാം എത്രത്തോളം അറിവുള്ളവരാണ്? പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു പോലുമില്ല എന്ന് പറഞ്ഞ ജനങ്ങളെയും നാം ബൈബിളിൽ കാണുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്ന് കാണുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. യോവേൽ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയാകുകയാണ്. അന്ത്യകാലത്ത് സകലരുടെ മേലും സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും എന്ന് പറഞ്ഞതുപോലെ പിതാവായ ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ശ്വാസത്തെ ഊതുന്നു. കർത്താവായ യേശു ഊതി പരിശുദ്ധാത്മാവിനെ പകരുന്നു. പെന്തക്കോസ്ത് നാളിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഊതപ്പെടുന്നു. എത്ര പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്! പിതാവിനെ നമുക്കറിയാം, പുത്രനെ നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ പറ്റി ഇനിയും ധാരാളമായി നാം അറിയേണ്ടതുണ്ട്, നാം പഠിക്കേണ്ടതുണ്ട്. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തി നീന്തി ഒഴുകുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവിനെ നാം പ്രാപിക്കേണ്ടതുണ്ട്.